പിണറായി വിജയനുള്ള അടുത്ത പഴി എത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അനാച്ഛാദനം ചെയ്യാൻ പോയ ശിലാഫലകം ദേ ടി സിദ്ദിഖൊന്ന് തൊട്ടതേ ഉള്ളൂ, എരണം കൊണ്ട് തറയെ വീണ് തവിട് പൊടി തമ്പലം. നോക്കിയേ. To kindly inaugurate the administrative block by unveiling the plaque and deliver the inauguration address. Ma'am, please. Respected Shri K.K. Ahmed Haji ji, Dr. Hussain Madaur ji, Shri M.V. Shreyans Kumar ji, Shri N.D. Appachan ji, Shri T. Siddiq ji, Shri Jamaluddin Farooqi ji, Shri Mustafa Farooqi ji, Shri Najib Karandan ji, Srimati J.J. Neetu ji, Shri Isaac ji, Shri T. Muhammad ji, Shri K. Rafiq ji, my dearest friends, parents, children. It's truly an honor for me to be here today to inaugurate this beautiful new building. നേരെ മാപ്രകൾ കോലുമായി സതീശൻ്റെ അടുത്ത് ചെല്ലൂ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കൂ. ഇതിനുത്തരവാദി പിണറായി മാത്രം. പിണറായി അല്ലാതെ ഇത് സംഭവിക്കാൻ ഒരു വഴിയില്ലായിരുന്നു. എല്ലാത്തിനും കാരണം പിണറായി. ആ വാചകം ഉടനടി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. കാര്യം ഇപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് കാണിച്ചാലും ടി സിദ്ദിഖ് വരെ ഇങ്ങനെ ശിലാഫലകം തള്ളിയിട്ട് പൊട്ടിച്ചാലും ഉത്തരവാദി പിണറായി വിജയനാണ്. ഇന്നിപ്പോൾ വയനാട് എത്തിച്ച പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റയിലെ MCF സ്കൂളിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിലാണ് സ്റ്റേജിൽ കൊണ്ടുവച്ച ആ ശിലാഫലകം അനാച്ഛാദനം ചെയ്യാൻ ക്ഷണിച്ച ഉടനെ ഫോട്ടോയ്ക്ക് വേണ്ടി സ്ഥലം പിടിക്കാൻ വന്ന ടി സിദ്ദിഖ് തൊട്ടടുത്ത് നിന്നുടനെ താഴെ വീണങ്ങ് പൊട്ടുകയാണ്. ഒരു ഫലകം പോലും നേരെ വച്ചിട്ട് അനാച്ഛാദനം ചെയ്യാറില്ല എവരാണ് നാട് ഭരിക്കാൻ ഇറങ്ങുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ മാപ്രകൾ ഉള്ളതുകൊണ്ട് ആ കഴിവുകേടിനെയൊന്നും പുറത്തു കൊണ്ടുവരില്ല. എന്തായാലും മുഖ്യമന്ത്രി സംസാരിക്കുന്ന മൈക്കിൽ കേടുവന്നാൽ വലിയ വാർത്തയാണ്, ആഘോഷമാണ്, അത് മുഖ്യമന്ത്രിയുടെ കുറ്റമാണ്. പക്ഷേ ഈ കുറ്റം അതൊരിക്കലും പ്രിയങ്ക ഗാന്ധിക്ക് വരില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മൈക്കിന് എന്തെങ്കിലും തകരാറ് വന്നാൽ മുഖ്യമന്ത്രിയുടെ കുഴപ്പം. പ്രിയങ്ക ഗാന്ധിയും ടി സിദ്ദിഖിൻ്റെ മരുഭൂമിയിലെ ആ ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കാല് തറയിൽ ഉറയ്ക്കാത്ത ആ ദൃശ്യം. അതുപോലെ ഇനി കാല് തറയിൽ ഉറയ്ക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലകത്തിലേക്ക് അങ്ങ് പിടിച്ച് തള്ളിയിട്ടതാണെന്നൊന്നും അറിയില്ല. അദ്ദേഹം പുറകിലോട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി സ്ഥലം പിടിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ആ ഫലകം വീണുടഞ്ഞത്. എന്തായാലും ഫലകം വീണുടഞ്ഞത് കേരളത്തിലെ മാപ്രകൾക്ക് അത്ര വലിയ സുഖമുള്ളൊരു വാർത്തയല്ല. അല്ലെങ്കിൽ അതിനെ പ്രിയങ്ക ഗാന്ധിയുടെ ഇരണക്കേടാണെന്ന് പഴിയില്ല, അല്ലെങ്കിൽ ടി സിദ്ദിഖിൻ്റെ ഇരണക്കേടാണെന്ന് അവർക്ക് വളച്ചൊടിക്കേണ്ട. ശിലാഫലകം പൊട്ടിയതിന് പിന്നിൽ ദുസ്സൂചനയാണെന്നുള്ളതില്ല. ചില കാര്യങ്ങളിലെല്ലാം മാപ്ര വേഷയിട്ട് നടക്കുന്ന സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും തിരിച്ചറിവുണ്ട്. ചില കാര്യങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടും ചില നോട്ടങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെല്ലാം തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്നും ഇവിടെ മെനക്കെടണ്ട. ഇത് തറവാട്ടുകാർക്കിടയിൽ നടക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള സംഭവം, അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ശിലാഫലകം പോലും നേരെ ചൊവ്വേ വെച്ച് അത് അനാച്ഛാദനം ചെയ്യാൻ അറിയാത്ത ടീംസാണ് രാജ്യം ഭരിക്കാനും നാട് ഭരിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് കാണുമ്പോൾ വല്ലാത്ത പുച്ഛം തോന്നുന്നുണ്ട്.